ഞാൻ എൻ്റെ സ്കിൻ ജേർണി ആണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് ഞാൻ ഷൂട്ട് ചെയ്യണമെന്ന് കുറേ നാളായിട്ട് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ്. നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എൻ്റെ സ്കിൻ ഇപ്പോൾ ഭയങ്കര ബെറ്റർ ആയിട്ട് വന്നിരിക്കുക. നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ കുറേ പേര് കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ് എന്താണ് ചെയ്തത്, എന്ത് ചെയ്തപ്പോഴാണ് സ്കിൻ ഇത്ര ബെറ്റർ ആയത്, പണ്ട് മുതലേ ഉണ്ണിയുടെ വീഡിയോസ് കാണുന്നത് ഇപ്പോൾ ഉണ്ണിയുടെ സ്കിന്നിൽ ഭയങ്കര ബെറ്റർ ആയിട്ട് തോന്നുന്നുണ്ടല്ലോ എന്നൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ സ്കിൻ ജേർണീനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ എൻ്റെ വരെ കാണണം കേട്ടോ, എങ്കിലാണ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും കുറച്ച് വലിയ വീഡിയോ ആയിരിക്കും. അപ്പോൾ നിങ്ങളൊരു കാപ്പി വെച്ചാൽ എന്തെങ്കിലും എടുത്തിട്ട് വെച്ചിട്ട് കാണുന്നതായിരിക്കും നല്ലത്. എൻ്റെ സ്കിൻ ജേർണീനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഓയിലി സ്കിന്നാണ് കേട്ടോ. പണ്ട് മുതലേ എനിക്ക് നിറയെ പിമ്പിൾസ് വരുന്ന സ്കിന്നാണ്. ഞാൻ പീരിയഡ്സ് ആവണമെന്ന് മുതൽ പറഞ്ഞേക്കാം. ഞാൻ പീരിയഡ്സ് 12 വയസ്സിലാണെന്ന് തോന്നുന്നു. 12 വയസ്സിലാണ് ഞാൻ പീരിയഡ്സ് ആവുന്നത്. അത്രയും നേരത്തെ പീരിയഡ്സ് ആയതുകൊണ്ട് തന്നെ അപ്പോൾ മുതലേ എൻ്റെ മുഖത്ത് പിമ്പിൾസ് ഉണ്ട്. ഒരു 10 വയസ്സ് മുതലേ ഉണ്ട് തോന്നുന്നു. നിറയെ പിമ്പിൾസ് ഉള്ള ഫേസാണ്. എൻ്റെ മുഖം ഞാൻ ക്ലീൻ ആയിട്ട് കണ്ടിട്ടില്ല. ഇപ്പോഴാണ് എൻ്റെ ഇത്രയും ലൈഫ് ടൈമിൽ ഞാൻ കുറച്ചെങ്കിലും ക്ലീൻ ആയിട്ട് എൻ്റെ ഫേസ് കാണുന്നത്. അന്ന് മുതലേ എനിക്ക് പിമ്പിൾസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു അങ്ങനെ ആക്നി പ്രോൺ പിമ്പിൾസ് ഉള്ള ഒരു സ്കിൻ ടൈപ്പാണ്. പിന്നെ കോളേജൊക്കെ ആയപ്പോഴേക്കും പിമ്പിൾസ് വരണതൊന്ന് കുറഞ്ഞു, ഒരു ഇച്ചിരി ഡ്രൈനെസ് ആയി. പക്ഷേ പാടൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും ഇടയ്ക്കുന്നവർക്കൊക്കെ ആയിട്ടാണ് പിമ്പിൾസ് വരുന്നത്. അപ്പോൾ കോളേജൊക്കെ ആയപ്പോൾ ഒന്നൊന്ന് സെറ്റിൽഡ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ യൂട്യൂബിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ പരീക്ഷണങ്ങൾ കൂടി. നിങ്ങൾക്കറിയാമായിരിക്കും എനിക്ക് പരീക്ഷിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നിറയെ എക്സ്പെരിമെൻ്റ് ചെയ്യും. യൂട്യൂബ് എന്നതിന് മുന്നേ എക്സ്പെരിമെൻ്റ് ചെയ്യുമായിരുന്നു കേട്ടോ. പക്ഷേ എന്നാലും കോളേജിൽ പോണ സമയത്ത് എനിക്ക് അവിടെ എക്സ്പെരിമെൻ്റ് ചെയ്യാനുള്ള ടൈം കിട്ടാഞ്ഞുകൊണ്ടായിരിക്കും സ്കിന്നൊന്ന് ബെറ്റർ ആയത്. അതിന് മുന്നേ ഒക്കെ ഞാൻ ഇടാത്ത സാധനമൊന്നുമില്ല. പാൽപ്പാട് എടുത്തിടും, അതിടും, മഞ്ഞളിടും, ഞാൻ കണിക്കൊന്ന് വരെ അരച്ചിട്ടിട്ടുണ്ട്. യൂട്യൂബൊന്നും ഇല്ലാത്ത. അപ്പോൾ നിങ്ങൾക്ക് ഓർക്കാം എനിക്ക് എന്തോരം ഇതിനോട് ഇഷ്ടമുണ്ടെന്ന്. അപ്പോൾ ഞാൻ അന്ന് മുതലേ ഭയങ്കര പരീക്ഷണങ്ങളാണ്. പക്ഷെ പരീക്ഷണം ചെയ്താൽ എനിക്കൊരു കുറ്റബോധം ഇപ്പോഴും ഇല്ല കേട്ടോ. കാരണം അത് പരീക്ഷിച്ചുകൊണ്ടാണ് എനിക്ക് നിങ്ങളിൽ കുറേ പേർക്ക് കുറേ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാൻ പറ്റിയത്. എന്ത് വർക്ക് ചെയ്യും, എനിക്ക് ചിലതൊക്കെ വർക്ക് ചെയ്യില്ല, പക്ഷെ എന്നാലും വർക്ക് ചെയ്യുന്നത് ഞാൻ എൻ്റെ കൂടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എനിക്കതിൽ കുറ്റബോധമൊന്നുമില്ല. അതുകൊണ്ടിട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു പൊസിഷനിലോട്ട് എത്തിയത്. നിങ്ങൾക്ക് കുറേ പേർക്ക് അഡ്വൈസ് ചെയ്യാൻ പറ്റുന്നത്, അഡ്വൈസ് എന്നല്ല, നിങ്ങൾക്ക് ചെറുതായിട്ടൊക്കെ പറഞ്ഞു തരാൻ പറ്റുന്നത്, അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാകുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ട് റിസൾട്ട് ഉണ്ടായിട്ടുള്ള ആളുകൾ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാനിങ്ങനെ എൻ്റെ സ്കിന്നെ സാക്രിഫൈസ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഇൻഫർമേഷൻസോ ഓക്കെ. അപ്പം അങ്ങനെ അതുകൊണ്ട് എനിക്ക് അതിൽ അത്ര കുറ്റബോധമൊന്നുമില്ല. അതും ഇപ്പോഴും എന്താ വ്യത്യാസം, ഇപ്പോഴും ഞാൻ പരീക്ഷണങ്ങൾ ചെയ്യാറുണ്ട്, അപ്പോഴും ചെയ്യും. ഇപ്പോൾ എനിക്ക് ഏകദേശം മനസ്സിലായി എന്തൊക്കെ ചെയ്യുമ്പോഴാണ് എൻ്റെ സ്കിന്നിൽ പിമ്പിൾസ് വരുന്നത്, എന്തൊക്കെ ചെയ്യുമ്പോഴാണ് സ്കിൻ ഇഷ്യൂസ് വരണത് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. പിന്നെ ആയപ്പോഴേക്കും ഞാൻ എൻ്റെ സ്കിന്നിൽ നമ്മുടെ ഫസ്റ്റ് ഞാൻ നാച്ചുറൽ റെമഡീസ് ആയിരുന്നല്ലോ. നാച്ചുറൽ റെമഡീസ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ പ്രോഡക്റ്റിലോട്ട് അങ്ങോട്ട് ഇറങ്ങി. എനിക്കിങ്ങനെ പ്രോഡക്റ്റുകൾ ഇടാനായിട്ടുള്ള ടെൻഡൻസി ആയി. സിറം, ക്രീംസ് ഇടുന്നേക്കാട്ടിലും കൂടുതൽ സിറംസ് ആണെന്ന് തോന്നുന്നു ഇട്ടിട്ടുള്ളത്. ഒരുപാട് സിറംസ് ഇടുമായിരുന്നു. രാവിലെ റെറ്റനോൾ ഇത് ഓർഡറിൽ ഞാൻ പറയില്ല, ജസ്റ്റ് ഞാൻ പറയട്ടെ. അപ്പോൾ അത് ഇടുകയാണെങ്കിൽ രാത്രി ഞാൻ വേറെ ഇടും, അതിൻ്റെ ഇടയിൽ ഞാൻ വേറെ ഇടും. അങ്ങനെ കണ്ടിന്യൂസ്ലി ഞാൻ ഓരോ ദിവസമൊക്കെ മാറ്റിയൊക്കെ ഞാൻ ട്രൈ ചെയ്യുമായിരുന്നു. അങ്ങനെ ട്രൈ ചെയ്ത് വന്നപ്പോൾ ഈ സ്കിന്നങ്ങ് കുറേ പിമ്പിൾസ് വരാനായിട്ട് തുടങ്ങി. ഞാൻ അവിടെ ഫോട്ടോസ് കൊടുക്കാം കേട്ടോ. നിറയെ പിമ്പിൾസ് വരാനായിട്ട് തുടങ്ങി. അതുപോലെ തന്നെ സ്കിന്നിൻ്റെ ബാരിയർ ഡാമേജ് ആവാനായിട്ട് തുടങ്ങി. പിന്നെ എപ്പോഴേക്കും ഞാൻ പ്രോഡക്റ്റുകളൊക്കെ യൂസ് ചെയ്യുന്നത് കുറേ സ്റ്റോപ്പ് ചെയ്തു. ഞാൻ ഡെർമറ്റോളജിസ്റ്റിനെ കാണാനായിട്ട് തുടങ്ങി. കുറേ ഡെർമറ്റോളജിസ്റ്റുകൾ കണ്ടിട്ടുണ്ട്. എല്ലാവരെയും കണ്ടിട്ടും എനിക്ക് അത്യാവശ്യം ഗുണമുണ്ടായിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ എനിക്ക് ആ പോണ സമയങ്ങളിലൊക്കെ മാറ്റം ഉണ്ടാവും. പക്ഷേ എനിക്ക് വേറെ പ്രോഡക്റ്റ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഈ ഒരു ബ്യൂട്ടി ഫീൽഡിൽ നിന്നുകൊണ്ട് എനിക്ക് വേറെ പ്രോഡക്റ്റ് ഒന്നും യൂസ് ചെയ്യാണ്ട് കറക്റ്റ് ഒരു സ്കിൻ കെയർ റൂട്ടീൻ ഫോളോ ചെയ്തിട്ട് ഇരുന്ന് പിമ്പിൾസ് വരാതിരിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഇൻകം ഇല്ല. എനിക്കിങ്ങനെ പലത് ടെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് അഭിപ്രായം പറഞ്ഞു തരുന്നത് അതാണല്ലോ എൻ്റെ ജോലി. അപ്പോൾ എനിക്കിങ്ങനെ എല്ലാ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അവർ പറയും ഇങ്ങനെ ഒത്തിരി സാധനങ്ങൾ യൂസ് ചെയ്ത് കറക്റ്റ് അവർ പറയണം സ്കിൻ കെയർ റൂട്ടീൻ ഫോളോ ചെയ്യണം. അപ്പോൾ അങ്ങനെ കുറച്ചാൾ ഫോളോ ചെയ്യും, പിമ്പിൾസ് കുറയും. പക്ഷെ എനിക്കപ്പോൾ വീഡിയോസ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനിങ്ങനെ ചെയ്തുകൊണ്ട് എനിക്കതുകൊണ്ട് ഉപയോഗമില്ല. ഞാൻ സ്കിന്നും ബെറ്റർ ആവണം എന്ന് വിചാരിക്കണം തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴേക്കും അത്യാവശ്യം നന്നായിട്ടിരിക്കട്ടെ, അല്ലെങ്കിൽ എൻ്റെ ഒരു കോൺഫിഡൻസ് കൂടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എനിക്ക് വീഡിയോസ് ചെയ്യാനായിട്ട് പറ്റില്ല, വേറെ പ്രോഡക്റ്റുകളൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു ബ്യൂട്ടി ഫീൽഡിൽ നിന്നുകൊണ്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ അതിൽ വലിയ അർത്ഥമില്ലല്ലോ. പിന്നെ എനിക്ക് മനസ്സിലായത് ഞാൻ പോകുന്ന സമയങ്ങളിൽ എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട്. എപ്പോൾ ഞാൻ പോകുന്നത് നിർത്തുന്നോ അപ്പോൾ വീണ്ടും പിമ്പിൾസ് വരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ ഇനി പോകണ്ട, ഇനി ഇത്രയും പൈസ വെറുതെ കൊണ്ടേ കളയണം, ഇനിയിപ്പോൾ ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്ത് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴൊക്കെ ഞാൻ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്, ഒന്ന് സെറ്റിൽഡ് ആവും. അത് കഴിഞ്ഞ് പിന്നെ പിമ്പിൾസ് വരും, പിന്നെ ഒന്ന് കുറയും. പിന്നെ മെയിൻ പ്രശ്നം ഞാൻ മനസ്സിലാക്കിയത് എനിക്ക് പിമ്പിൾസ് വരുന്നു എന്നുള്ളതാണ്. ഞാനപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യണത് മാർക്ക് പോകാനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യും. അത് ചെയ്യുമ്പോൾ മാർക്സ് കുറഞ്ഞ് കഴിയുമ്പോൾ അടുത്ത പിമ്പിൾസ് വരും. അതേ സ്ഥലത്ത് തന്നെ വരും. എന്നിട്ട് അത് വലുതാവും. എൻ്റെ സ്കിന്നിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ എൻ്റെ സ്കിന്നിൽ എപ്പോൾ കുരു വന്നിട്ടുണ്ടോ അത് പാടായിട്ടേ പോകുള്ളൂ. പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള സ്കിന്നാണ്.
എന്ത് ചെറിയ കുരു വന്നോ അത് പാടാവാതെ എൻ്റെ സ്കിന്നിൽ നിന്ന് പോകത്തില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഈ മാർക്ക് മാറ്റണേക്കാട്ടിലും മുമ്പ് എൻ്റെ പിമ്പിൾസ് മാറ്റണം. അങ്ങനെ ഞാൻ കണ്ടുപിടിച്ച് വന്നപ്പോഴാണ് പിമ്പിൾസ് മാറ്റണേക്കാട്ടിലും മുമ്പ് എന്തുകൊണ്ടാണ് പിമ്പിൾസ് വരണേ എന്നുള്ളത് മനസ്സിലാക്കണമെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ തുടങ്ങി. ഒരു വർഷമൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ ഞാൻ ഈ ഒരു കറക്റ്റായിട്ടുള്ള ഓർഡറിൽ ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ഇത് നമുക്ക് ടിപ്പ് 1 ആയിട്ട് പറയാം. ടിപ്പ് 1 ആയിട്ട് നിങ്ങൾ കറക്റ്റ് ഓർഡറിൽ സ്കിൻ കെയർ ചെയ്യണം. സ്കിൻ കെയർ ചെയ്യണമെന്നല്ല, ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. അതായത് നിങ്ങളുടെ സ്കിന്നിൻ്റെ റൂട്ട് കോസ് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുക. അപ്പോൾ മുതലാണ് ഞാൻ ഈ ഡീപ്പ് റിസർച്ചിലോട്ട് കിടന്നത്. നിങ്ങളെൻ്റെ സ്ഥിരമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവും. അതിനുശേഷം ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും പറയും, നിങ്ങൾ സിറം യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ക്വാണ്ടിറ്റിയിൽ യൂസ് ചെയ്യുക, കറക്റ്റ് അളവിൽ യൂസ് ചെയ്യുക, കറക്റ്റ് ആവശ്യത്തിന് യൂസ് ചെയ്യുക. നിങ്ങൾ സ്കിന്നിൽ എന്തിടുവാണെന്നുണ്ടെങ്കിൽ DIYs ഇടുമ്പോൾ പോലും ഞാൻ പറയും കറക്റ്റ് ഇതിലിടുക, നിങ്ങളൊരു ബ്രേക്ക് എടുക്കുക എന്നൊക്കെ ഞാൻ അപ്പം മുതലാണ് പറയാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ ഡീപ്പായിട്ട് റിസർച്ച് ചെയ്യാനായിട്ട് തുടങ്ങിയത്. അങ്ങനെ റിസർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഫസ്റ്റത്തെ എൻ്റെ റൂട്ട് കോസ് എന്ന് പറഞ്ഞാൽ എൻ്റെ സ്കിൻ ബാരിയർ സെറ്റാക്കണം. സ്കിൻ ബാരിയർ സെറ്റാക്കാണ്ട് ഈ പിമ്പിൾസ് വരുന്നത് പോയില്ല. നമുക്ക് പിമ്പിൾസ് വരുന്നത് പല റീസണാണ്. ചിലർക്ക് ഹോർമോണലായിട്ട് വരും, ചിലർക്ക് അല്ലാതെ ഓയിലി സ്കിന്നുള്ളതുകൊണ്ട് സ്കിന്ന് ക്ലോഗ് ആയിട്ട് വരും, ചിലവർക്ക് സ്കിൻ ബാരിയർ ഡാമേജ് ആയിട്ട് വരും. എനിക്ക് ഈ ഹോർമോണലിൻ്റെ പിമ്പിൾസ് ഉണ്ട്, പക്ഷെ അത് അത്രയ്ക്ക് അങ്ങോട്ട് ആക്റ്റീവ് അല്ല. എൻ്റെ ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടെങ്കിലും അത് അത്ര കണ്ട് സിവിയർ ആയിട്ടുള്ള ഫ്ലക്ച്വേഷൻസ് അല്ല. അതുകൊണ്ടിട്ട് ഞാൻ ആദ്യം വിചാരിച്ചത് എനിക്ക് അതുകൊണ്ടിട്ടുള്ള പിമ്പിൾസ് ആണ് ഈ വന്നിട്ട് പോവാതിരുന്നതെന്ന്. പക്ഷെ ഇപ്പം എനിക്ക് ട്രീറ്റ് ചെയ്ത് ഇപ്പോൾ പിമ്പിൾസ് വരാതായപ്പോൾ എനിക്ക് മനസ്സിലായത് അല്ല എന്നുള്ളത്. അപ്പോൾ ആ ഹോർമോണൽ കാരണം നമുക്ക് വരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വരാവുന്നത് ചിലപ്പോൾ ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാം. അപ്പോൾ ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂ ആണ് ആദ്യത്തെ നിങ്ങളുടെ റൂട്ട് കോസ്. ആ ഡാൻഡ്രഫ് മാറ്റിയാലാണ് ആ പിമ്പിൾസ് മാറുള്ളൂ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ശീലങ്ങൾ, നമ്മൾ കിടക്കുമ്പോൾ തലോണയുടെ ഉറ മാറ്റിയിട്ടില്ലെങ്കിൽ ഇതൊക്കെ ചെറിയ ഇതാട്ടോ, പക്ഷെ ഭയങ്കരമായിട്ട് ഡിഫറൻസ് ഉണ്ടാക്കും. ഞാൻ എൻ്റെ തലോണോറൊക്കെ മാറ്റാൻ തുടങ്ങിയപ്പോഴേക്കും ഉണ്ടല്ലോ ഭയങ്കര വ്യത്യാസം. ഞാൻ വിചാരിച്ചു ഇത്ര ചെറിയ കാര്യമായിരുന്നു. അത് മാറ്റിയപ്പോൾ തന്നെ ഭയങ്കര അങ്ങനെ പല റീസൺസ് കൊണ്ടിട്ട് നമുക്ക് പിമ്പിൾസ് വരാം. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വരണേ എന്നുള്ളത് കണ്ടുപിടിക്കുക. ഇപ്പം മെയിനായിട്ട് ഇപ്പം എനിക്കിങ്ങനെ മെസ്സേജ് അയക്കണ കുട്ടികളിൽ നിന്നിട്ട് എനിക്ക് മനസ്സിലായത് മിക്ക ആളുകളുടെ സ്കിൻ ബാരിയർ ഡാമേജ്ഡാണ്. ഈ കണ്ടം ഇതും നല്ല പ്രോഡക്റ്റുകളൊക്കെ യൂസ് ചെയ്തിട്ട് സ്കിൻ ബാരിയർ ഡാമേജാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ ആദ്യമേ സ്കിൻ ബാരിയർ കറക്റ്റാക്കുക. അത് കറക്റ്റാക്കിയതിന് ശേഷം നിങ്ങൾ പിമ്പിൾസ് വരണത് കൺട്രോൾ ചെയ്യുക. അതിന് വേണ്ടിയിട്ടുള്ള ചെയ്യുക. പിമ്പിൾസ് മാറിയതിന് ശേഷം ഡാർക്ക് സ്പോട്ട്സ് മാറ്റാം. ഡാർക്ക് സ്പോട്ട്സ് മാറ്റിയതിന് ശേഷം തിരിച്ച് ഗ്ലോ കൊണ്ടുവരാം. അങ്ങനെയാണ് ഞാനിപ്പോൾ ചെയ്യണത്. ഓക്കെ, ഇപ്പോൾ പക്ഷേ എൻ്റെ സ്കിന്ന് ഇത്തിരി കൂടെ മോശമായി. ഞാൻ തായ്ലൻഡ് ട്രിപ്പ് കഴിഞ്ഞ് വന്നപ്പോഴേക്കും തായ്ലൻഡ് ട്രിപ്പ് പോയി ഫുള്ള് വെയിൽ കൊണ്ട് അവിടുത്തെ ക്ലൈമറ്റും ഇങ്ങോട്ട് തിരിച്ചു വന്ന ക്ലൈമറ്റും ഡ്രൈ ആയി. പിന്നെ മൂന്നാർ പോയി, അങ്ങനെ ഡ്രൈ ആയപ്പോൾ ഇത്തിരി ഇപ്പോൾ കാണാം കുട്ടി പിമ്പിൾസ് ഉണ്ട്. വലിയ പിമ്പിൾസ് അല്ല, ഇങ്ങനെ കുട്ടി. അത് ഞാൻ ഈ മേക്കപ്പ് ഇടുമ്പോൾ എനിക്ക് ഇങ്ങനത്തെ പിമ്പിൾസ് വരും. അതുപോലെ ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പോഴേക്ക് ഈ കുട്ടിയായിട്ടുള്ള പിമ്പിൾസ് വരും. അല്ലാതുള്ള വലിയ പിമ്പിൾസ് കണ്ട എൻ്റെ ഫേസിൽ അത്ര വലിയ പിമ്പിൾസ് ഇപ്പം ഇല്ല. ജസ്റ്റ് കുഞ്ഞായിട്ട്. ഞാൻ ഇവിടെ ഫോട്ടോസ് നിങ്ങൾക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ അങ്ങനത്തെ പണ്ട് മുതലുള്ള ഫോട്ടോസ് ഞാൻ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത്. പിന്നെ ഉള്ളൊരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫേസിൽ തൊടുന്നത് മാറ്റി. ഈ ഫേസിൽ തൊടുന്ന ശീലം മാറ്റിയപ്പോൾ ഉണ്ടല്ലോ ഡ്രാസ്റ്റിക് ഡിഫറൻസ് എൻ്റെ ഫേസിൽ വന്നത്. ഞാൻ മറ്റേത് ഇങ്ങനെ എപ്പോഴും മുഖത്ത് ഇങ്ങനെ തൊടും. ഇപ്പം ഞാൻ എങ്ങനെ വെച്ചാൽ ഇങ്ങനെ തൊടാൻ വന്നാലും ഞാൻ ഇങ്ങനെ മറിക്കും, എന്നിട്ട് ഇങ്ങനെ തൊടും. ഇങ്ങനെ തൊടുമ്പോഴേക്കും ഒരുപാട് നമുക്ക് വലിയ ജേംസ്, നമ്മുടെ ഈ കയ്യിന് ഇവിടെ ഉള്ള പോലത്തെ അണുക്കൾ ഇവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ടിട്ട് അത്ര കണ്ടിട്ട് പിമ്പിൾസ് നമുക്ക് ഫേസിൽ വരില്ല. ഈ പിമ്പിൾസ് വരാതിരിക്കുക എന്നുള്ളതായിരുന്നു പിന്നെ എൻ്റെ ലക്ഷ്യം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. കൈ കൊണ്ടിട്ട് മുഖത്ത് തൊടുന്ന ശീലം ഞാൻ ഒഴിവാക്കി. പിന്നെ ഞാൻ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുള്ളൊരു ശീലം, ഞാൻ കറക്റ്റായിട്ടുള്ള സ്കിൻ കെയർ റൂട്ടീൻ ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങി. എന്താണ് എനിക്ക് ആവശ്യമായിട്ടുള്ളത് അത് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ എൻ്റെ ഫേസിൽ പിമ്പിൾസ് വന്നു കഴിഞ്ഞാൽ പിമ്പിൾസ് പോകാനുള്ള സംഗതികൾ യൂസ് ചെയ്യും. ഇപ്പോൾ സാലിസിലിക് ആസിഡോ അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്കിപ്പോൾ എന്തെങ്കിലും റിവ്യൂവിന് പ്രോഡക്റ്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റ്സ് ഞാൻ ട്രൈ ചെയ്ത് നോക്കും. എന്നുവെച്ചാൽ ഞാൻ എൻ്റെ രീതിയിലോട്ട് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് പഠിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ എനിക്ക് പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യാതിരിക്കാൻ എനിക്ക് പറ്റില്ല. എൻ്റെ ഫീൽഡ് ഇതാണ്. അപ്പോൾ എനിക്കത് യൂസ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ സ്കിന്നിന് ചേരണ പോലത്തെ പ്രോഡക്റ്റുകൾ ഞാൻ സെലക്ട് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ സ്കിന്നിന് ചേരണ രീതിയിലുള്ള പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുക. പിന്നെ ഞാൻ ജെൻറ്റിലായിട്ടുള്ള ഫേസ് വാഷിലോട്ട് സ്വിച്ച് ചെയ്തു. അതായത് ഞാൻ മേക്കപ്പ് കിട്ടുന്ന ദിവസം കുറച്ച് നന്നായിട്ട് ക്ലീൻ ആക്കണ പോലത്തെ സൾഫേറ്റ് ഉള്ള പോലത്തെ ഫേസ് വാഷ് യൂസ് ചെയ്യും. അതല്ലാത്ത ഡെയിലി ബേസിസിൽ ജെൻറ്റിലായിട്ടുള്ള ഫേസ് വാഷ് യൂസ് ചെയ്യും. ഞാൻ ഇതാണ് എൻ്റെ കുറേ നാളായിട്ടുള്ള ഫേവറേറ്റ്, ഈ ഒരു ഡെർമാക്കോയുടെ നൈസിൻമേഡ്. ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്ത് ഇഷ്ടമാവുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഇവിടെ അന്നക്കുട്ടിക്കൊന്നും യൂസ് കൊടുത്തിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, മൂസിനൊന്നും അവർക്ക് ഇഷ്ടമില്ല. ഇതെന്ന് വെച്ചാൽ പതയില്ല, ഇങ്ങനെ വെറുതെ നമ്മളൊരു മോയ്സ്ചറൈസർ ഇട്ട് മുഖത്ത് റബ്ബ് ചെയ്യണ പോലെ. പക്ഷേ ഭയങ്കര ഡിഫറൻസ് ഉണ്ടാവും. നമ്മുടെ സ്കിൻ ബാരിയർ ഒന്ന് സ്ട്രോങ് ആവും ഇങ്ങനെ സ്ട്രിപ്പ് ചെയ്ത് പോവാത്ത പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യുമ്പോഴേക്കും.
പിന്നെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാൻ ചെയ്തത് പറഞ്ഞായിരുന്നോ, ഞാൻ കുറച്ചധികം നാളിലോട്ട് ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാണ്ടിരുന്നു. ഒരു 2-3 ആഴ്ചത്തേലോ 2-3 ഒരു മാസമെങ്കിലും എനിക്ക് തോന്നുന്നു ഞാൻ ഒരു പ്രോഡക്റ്റ് ഇടാണ്ട് എങ്ങനെയായിരുന്നു. ഫേസ് ജസ്റ്റ് വെള്ളം വെച്ച് മാത്രം വാഷ് ചെയ്യുക എന്ന് വെച്ചാൽ ഞാൻ വെളിയിലൊന്നും പോയില്ല, മേക്കപ്പ് ഇടാറില്ല. നിങ്ങളങ്ങനെ ചിന്തിക്കണം കേട്ടോ. നമ്മൾ വെളിയിൽ പോയി നല്ല ഡേർട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഫേസ് വാഷ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോഴ്സ് ക്ലോഗ് ആവാം. പക്ഷെ ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ ഫേസ് വാഷ് ചെയ്യും, നോർമൽ വെള്ളത്തിൽ വാഷ് ചെയ്യും, അല്ലാതെ ഒരു പ്രോഡക്റ്റ് ഇടില്ല. രാവിലെ രാത്രി നോർമൽ വെള്ളത്തിൽ വാഷ് ചെയ്യും. അപ്പോൾ ഒരു മാസം അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ പിമ്പിൾസ് ഭയങ്കര റെഡ്യൂസായി. എന്ന് പറഞ്ഞാൽ റെഡ്യൂസായി മീൻസ് പിമ്പിൾസ് വരുന്നത് കുറഞ്ഞു. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഉള്ള പിമ്പിൾസിനെ മാത്രം ട്രീറ്റ് ചെയ്താൽ ആ പിമ്പിൾസിൻ്റെ മേലെ ഞാനിങ്ങനെ സാലിസിലിക് ആസിഡ് പിമ്പിൾസിനെ കുറയ്ക്കണ രീതിയിലുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും പിമ്പിൾസ് ഒന്ന് സെറ്റിൽഡായി, എന്ന് വെച്ചാൽ ഒന്ന് ഒതുങ്ങി. അങ്ങനെ ഒന്ന് ഒതുങ്ങി വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പിന്നെ ഈ ഡാർക്ക് സ്പോട്ട്സിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ തുടങ്ങി. ഡാർക്ക് സ്പോട്ട്സിന് ഞാൻ ആൽഫ ആർബൂട്ടിൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഗ്ലൈക്കോളിക് ആസിഡ്, അതാണ് എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ് ഗ്ലൈക്കോളിക് ആസിഡ്. ഗ്ലൈക്കോളിക് ആസിഡ് എൻ്റെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ചെറിയ ഈ പിമ്പിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഗ്ലൈക്കോളിക് ആസിഡ് ഇട്ട് കഴിയുമ്പോഴേക്കും പോകും. പിന്നെ അതുപോലെ മൂക്കിലുണ്ടാകുന്ന ബ്ലാക്ക് ഹെഡ്സ് നല്ലോണം റെഡ്യൂസ് ആവാനായിട്ട് തുടങ്ങി. പിന്നെ നയാസിനമൈഡിൻ്റെ ടോണർ എന്നെ നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുള്ള. നയാസിനമൈഡ് ബേസിക്കലി നല്ല ഇതൊക്കെ ഒന്നരാടേ ചെയ്യുള്ളൂ. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ആഴ്ചയിൽ 1 തവണ 2 തവണയൊക്കെയാണ് സിറംസ് യൂസ് ചെയ്യുക, എല്ലാ ദിവസവും ഇടത്തില്ല. പിന്നെ ഞാൻ എൻ്റെ സ്കിന്നിനോട് ചോദിക്കും എങ്ങനെയുണ്ട്, നമ്മൾ കണ്ണാടി എടുത്ത് നോക്കുക, എന്നിട്ട് സ്കിൻ എങ്ങനെയാണ് പെർഫോം ചെയ്യണം. ഇപ്പം നോക്കുമ്പോൾ എൻ്റെ സ്കിന്നിന് ഇപ്പോൾ ഒരു ഗ്ലൈക്കോളിക് ആസിഡിൻ്റെ കുറവുണ്ട്. കാരണം ചെറിയ കണ്ടോ കുട്ടി പിമ്പിൾസാണ്. ഇത് ഞാൻ 2 ദിവസം മേക്കപ്പ് ഇടുമ്പോൾ എന്താ വെച്ചാൽ എൻ്റെ പോഴ്സ് ക്ലോഗ് ആവും. അപ്പോൾ അങ്ങനെയാണ് ഈ കുട്ടി പിമ്പിൾസ് ഉണ്ട്, അല്ലാതെ വലിയ പിമ്പിൾസ് ഇല്ല. പിന്നെ എനിക്ക് ഇവിടെ ഒരു ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ഡാർക്ക് സ്പോട്ട്സിൻ്റെ മേലെ മാത്രം ഞാൻ മറ്റേ പീലിംഗ് സൊല്യൂഷൻ ഇടാറുണ്ട്. ഓൾ ഓവർ ഫേസ് ഇടാറില്ല. നമുക്കിങ്ങനെ സ്പോട്ടായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാം. ഞാൻ കുറേ പോയിൻ്റൊക്കെ എഴുതി വെച്ചെങ്കിൽ ഞാൻ പറഞ്ഞു വരുമ്പോൾ ഇങ്ങനെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് പറയാം. അപ്പോൾ പോയിന്റുകളൊക്കെ എഴുതി വെച്ചെങ്കിൽ അതൊന്നും അല്ലെന്നാണ് ഞാൻ നോക്കി പറയുന്നത്. ഓക്കെ, ഈ പിമ്പിൾസിൻ്റെ ട്രീറ്റ്മെൻറ്റും ഡാർക്ക് സ്പോട്ട്സിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ പാടുള്ള സ്ഥലത്ത് മാത്രം ഇടാൻ തുടങ്ങി. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഫേസ് ഫുള്ള് ഇടുമ്പോഴേക്ക് നമ്മുടെ ഫേസ് ഫുള്ള് ടോപ്പ് ലെയർ പോകും. അപ്പോൾ എന്ത് പറ്റും, ബാക്കിയുള്ള ഭാഗം വെളുക്കും. ഇതിൻ്റെ മേളിലെ ഇത് പോകുമ്പോൾ നമുക്ക് ആ ഡിഫറൻസ് അറിയില്ല. ഓൾ ഓവർ ഫേസാണ് ഡിഫറെൻ്റ് ആവുക. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇങ്ങനെ പിമ്പിൾസ് ഉള്ള ഭാഗം മാത്രം ചെയ്യുമ്പോൾ അത് നല്ലോണം റെഡ്യൂസ് ആവണത് അറിയാൻ പറ്റും. ബാക്കി സ്കിന്നിൻ്റെ കളർ ചേഞ്ച് ആവണില്ല. അതേപോലെ ഞാൻ സ്പോട്ടിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ഭയങ്കര ഡിഫറൻസ് ആയിരുന്നു കേട്ടോ ഈ സ്പോട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ. അത് ഞാൻ മിക്ക വീഡിയോസിൽ ഞാൻ പറയാറുണ്ട്. എനിക്കിങ്ങനെ മെസ്സേജായിട്ടും ഇൻസ്റ്റയിലൊക്കെ ചോദിക്കണവരോടൊക്കെ ഞാൻ പറയും സ്പോട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഒത്തിരി ഫേസിൽ ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ സ്പോട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാണ്ട് നിങ്ങൾ ഫുൾ ഫേസിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യത്യാസം തോന്നില്ല. സ്പോട്ട് ട്രീറ്റ്മെൻറ്റ് തന്നെ ചെയ്യണം. അപ്പോൾ ഞാനിങ്ങനെ ഈ ഡാർക്ക് സ്പോട്ട്സ് കുറയാനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഡാർക്ക് സ്പോട്ട്സ് പയ്യനെ കുറയാനായിട്ട് തുടങ്ങി. നമ്മൾ ഈ സിറം യൂസ് ചെയ്യുമ്പോഴേക്കും നമ്മൾ നാച്ചുറൽ റെമഡീസ് ഇടുന്നതിനെക്കാട്ടിലും ഫാസ്റ്റായിട്ട് മാറും. എനിക്കിപ്പോൾ ഞാൻ രക്തചന്ദനമൊക്കെ ഇട്ട് നോക്കിയിട്ടുണ്ട്. അതൊക്കെ ഇടുമ്പോൾ എനിക്ക് ഒത്തിരി സമയം എടുക്കും. 2 മാസമെങ്കിലും എടുക്കും ആ ഡാർക്ക് സ്പോട്ട്സ് കുറയാൻ. അതേസമയം ഇതേപോലത്തെ സിറംസ് യൂസ് ചെയ്യുമ്പോഴേക്കും 2 ആഴ്ച കൊണ്ടിട്ട് കുറയും. നമ്മൾ കൺവീനിയൻസ് ആണല്ലോ നോക്കുക. എന്നിട്ട് ഇത് ഞാൻ പയ്യനെ കുറച്ചുകൊണ്ടിരിക്കും. നമ്മൾ എന്ത് സാധനം പതുക്കനെ കുറയ്ക്കുക. അതുപോലെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും പയ്യനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, മാറ്റുമ്പോഴും പയ്യനെ റെഡ്യൂസ് ചെയ്യുക. കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു, നമുക്ക് സിറം നിർത്തുമ്പോഴേക്കും പ്രശ്നം ഉണ്ടാവുമോ, നയാസിനമൈഡിൻ്റെ ആണെന്ന് തോന്നി. ഞാൻ ഒരു വീഡിയോ ഇട്ടപ്പോൾ എൻ്റെ ഇടയിൽ ഇങ്ങനെ സിറം സ്റ്റോപ്പ് ചെയ്യുമ്പോൾ പ്രശ്നം ഉണ്ടാവുമോ എന്ന്. നിങ്ങൾ ഗ്രാജുവലി സ്റ്റോപ്പ് ചെയ്യുക. എന്തും ഗ്രാജുവലി സ്റ്റോപ്പ് ചെയ്യുക, എന്തും ഗ്രാജുവലി ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സ്കിന്നിനെ ഉണ്ടല്ലോ നമ്മൾ ഒരാളായിട്ട് കാണുക, അത് പെട്ടെന്നൊന്നും അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ അതിനെ പതുക്കനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. എന്നിട്ട് പതുക്കനെ മാത്രം ഒറ്റയടിക്ക് മാറുമ്പോഴേക്ക് പെട്ടെന്നൊരു ഷോക്ക് ആവില്ല. അപ്പോൾ അങ്ങനെ ഒറ്റയടിക്ക് മാറ്റാണ്ട് പയ്യനെ മാറ്റാം. അപ്പോൾ ഇപ്പോൾ എൻ്റെ സ്കിന്നിൽ ഡാർക്ക് സ്പോട്ട്സ് നല്ലോണം കുറഞ്ഞു. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നൊരു ടിപ്പാണ് കേട്ടോ. എൻ്റെ കുളി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫേസ് വാഷ് ചെയ്യും കുളിക്കണ ദിവസം. കാരണം നമ്മൾ ഇടുന്ന ഷാമ്പൂ ഒക്കെ ഇങ്ങടേക്ക് വരും, എണ്ണ ഇട്ടിട്ടുണ്ടെങ്കിൽ എണ്ണ ഇങ്ങടേക്ക് വരും. അപ്പോൾ എനിക്ക് പിമ്പിൾസ് വരണ പോലെ ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും ഫേസ് വാഷ് ചെയ്യുക. കുളിക്കണ ടൈമിൽ വാഷ് ചെയ്യാണ്ട് ഫുള്ള് കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ ഫേസ് വാഷ് ചെയ്യും. പിന്നെ ഞാൻ രാവിലെ ഫേസ് നോർമൽ വെള്ളത്തിലാണ് വാഷ് ചെയ്യുക. രാത്രിയിലാണ് ഫേസ് നല്ലോണം ഫേസ് വാഷ് ചെയ്യുക. അതും എനിക്ക് തോന്നുമ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ കണ്ടീഷൻ നോക്കിയിട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് സ്കിന്ന് രാവിലെ എണീറ്റ് വരുമ്പോഴേക്കും ഭയങ്കര ഓയിലി ആയിട്ടിരിക്കുകയാണ്, നോർമൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് ഓയിലി ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫേസ് വാഷ് ചെയ്യണം. പക്ഷേ ഭയങ്കരമായിട്ട് ഓയിൽ ഫേസിൽ ഇരുന്നാലും എൻ്റെ സ്കിന്നിൽ എനിക്ക് ഇങ്ങനെ പിമ്പിൾസ് വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ സ്കിന്ന് നോക്കണം കേട്ടോ. ഓരോരുത്തരുടെ സ്കിന്നിനനുസരിച്ചാണ് കേട്ടോ ചെയ്യുക. ഞാൻ അങ്ങനെ പറയുമെങ്കിലും നിങ്ങളുടെ സ്കിൻ എന്താണെന്ന് ഞാൻ ചിലപ്പോൾ എനിക്ക് പറയാൻ പറ്റുമായിരിക്കും. പക്ഷേ നിങ്ങളുടെ ഓരോരുത്തരുടെ സ്കിന്നിൽ നോക്കിയിട്ട് നിങ്ങൾ ഡിസൈഡ് ചെയ്യാം. പിന്നെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്
ഹൈഡ്രേറ്റിംഗ് പ്രോഡക്ട്സ് ഞാൻ സ്റ്റോപ്പ് ചെയ്തു. അതായത് സ്നെയിൽ മ്യൂസിൻ, പിന്നെ അല്ലാത്ത ടോണേഴ്സ്, അങ്ങനെയുള്ളതൊക്കെ ഈ ഒരു ടൈമിൽ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. എൻ്റെ ഒരു സ്കിൻ ജേർണി സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ എന്താ വെച്ചാൽ ഈ ഹൈഡ്രേറ്റിംഗ് പ്രോഡക്ട്സ് ഒക്കെ തന്നെ നിങ്ങളുടെ സ്കിന്നിൽ പിമ്പിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്നിനെ വേഴ്സൺ ആക്കും. എനിക്ക് മനസ്സിലായത് കേട്ടോ. നിങ്ങൾക്ക് പിമ്പിൾസ് ഉള്ളവർക്ക് ചിലവർ പറയാറില്ലേ പിമ്പിൾസ് മാറ്റാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്തു എന്ന്. അവരുടെ സ്കിന്നിൻ്റെ ഇഷ്യൂ സ്കിൻ ബാരിയർ ഡാമേജ് ആയതുകൊണ്ടിട്ട് ഉള്ള പിമ്പിൾസ് ആയതുകൊണ്ടിട്ടാണ് അവർക്കത് റിപ്പയർ ചെയ്യാൻ പറ്റിയത്. പക്ഷെ എൻ്റെന്ന് പറഞ്ഞാൽ എൻ്റെ സ്കിൻ ബാരിയർ ഡാമേജ്ഡ് ആയിരുന്നു. അതിൻ്റെ കൂടെ എനിക്ക് പണ്ട് മുതലേ ഓയിലി സ്കിന്നാണ്. എൻ്റെ സ്കിന്ന് ബേസിക്കലി ഓയിലി സ്കിന്നാണ്. സ്കിന്ന് പോഴ്സ് ക്ലോഗ് ആവണ സ്കിന്നാണ്. അപ്പോൾ ഞാൻ ഈ ഹൈഡ്രേറ്റിംഗ് പ്രോഡക്റ്റ് പ്രിക്കോഷൻ ഇല്ലാണ്ട് ഹൈഡ്രേറ്റിംഗ് പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴേക്കും പിമ്പിൾസ് കൂടും. അപ്പോൾ അങ്ങനെ എനിക്ക് പിമ്പിൾസ് ഈ സ്നെയിൽ മ്യൂസിൻ ഇട്ട് വന്നിട്ടുണ്ട്. ഹൈഡ്രേറ്റിംഗ് പ്രോഡക്ട്സ് ഹൈലറോണിക് ആസിഡ് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ എനിക്ക് പിമ്പിൾസ് വരും. അപ്പോൾ അങ്ങനത്തെ ഹൈഡ്രേറ്റിംഗ് പ്രോഡക്ട്സ് കംപ്ലീറ്റ്ലി ഞാൻ സ്റ്റോപ്പ് ചെയ്ത് ഫുൾ ഈ ഒരു ഡാർക്ക് സ്പോട്ടും പിമ്പിൾസും കുറയ്ക്കാനായിട്ട് നോക്കി. ഇപ്പോൾ എൻ്റെ ഡാർക്ക് സ്പോട്ടും കുറഞ്ഞു, പിമ്പിൾസും കുറഞ്ഞു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? എന്നിട്ട് ഞാൻ പതുക്കനെ ഹൈഡ്രേറ്റിംഗ് പ്രോഡക്ട്സ് റീഇൻട്രൊഡ്യൂസ് ചെയ്തു. അതും ഞാൻ എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും ഒരു നയാസിനമൈഡിൻ്റെ ടോണർ ഫേസിൽ മിസ്റ്റ് ചെയ്യും. അപ്പോൾ എന്താ വെച്ചാൽ ഒരു നയാസിനമൈഡ് എൻ്റെ സ്കിന്നിനകത്തുണ്ട്. അപ്പോൾ എൻ്റെ പിമ്പിൾസിനൊന്ന് ഇതൊക്കെ എൻ്റെ ചിന്തകളാണ് കേട്ടോ, അങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കണേ. എന്തായാലും ഇത് വർക്കായി. അപ്പോൾ അങ്ങനെ ഒന്ന് ഫില്ലാകുമ്പോഴേക്കും ഒന്ന് പോഴ്സൊക്കെ ഇച്ചിരി ഇത് ടൈറ്റൻ ആക്കുമല്ലോ. എന്നിട്ട് ഇതിൻ്റെ പുറമെ ഞാൻ ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ അതല്ലെങ്കിൽ ടോണർ അങ്ങനത്തെ സാധനങ്ങൾ ഇതിൻ്റെ പുറമെ ഇടും. അതിൻ്റെ പുറമെ ഇടുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഗ്ലോ സ്കിന്നിൽ ഫീൽ ചെയ്യും. എൻ്റെ ഇത്രയും നാളത്തെ വിചാരം എന്താ അറിയോ, ഇങ്ങനത്തെ ഗ്ലോയി സ്കിന്നൊക്കെ ഇങ്ങനെ പിമ്പിൾസ് എല്ലാം ഡാർക്ക് സ്പോട്ട്സ് ഉള്ള സ്കിന്നിലും ഗ്ലോയി സ്കിന്ന് വരില്ലെന്നാ. പക്ഷെ വരുമെന്ന് എനിക്ക് മനസ്സിലായി. നമ്മൾ ഇങ്ങനെ ഈ ഒരു ഓർഡറിൽ നമ്മളുടെ കസ്റ്റമൈസ്ഡ് രീതിയിൽ നമ്മളുടെ സ്കിൻ കെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്ന് കൊറിയൻ ഗ്ലോ ഒക്കെ പോലെ കൊണ്ടുവരാം. അത്രയും ഭയങ്കര പോർലെസ് ആയിട്ട് വരില്ല. കാരണം നമ്മൾ ഇന്ത്യൻസ് ആയതുകൊണ്ട് നമ്മുടെ ജെനറ്റിക്സ് അങ്ങനെയല്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ വരില്ല. പക്ഷെ ഒരു ചെറിയ ഗ്ലോ ഒക്കെ നമ്മുടെ സ്കിന്നിൽ കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഞാൻ എൻ്റെ സ്കിന്നിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തത്. ഇങ്ങനെ ചെയ്തപ്പോഴാണ് എൻ്റെ സ്കിൻ ബെറ്ററായി വന്നത്. അപ്പോൾ ഇതിൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ള എല്ലാ പ്രോഡക്ട്സും ഞാൻ ഇവിടെ ടാഗ് ചെയ്തേക്കാം. പക്ഷെ ഞാൻ അത് പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങളിത് യൂസ് ചെയ്ത് നിങ്ങളുടെ സ്കിന്ന് നിങ്ങൾ അനലൈസ് ചെയ്യുക. എന്താണ് നിങ്ങളുടെ സ്കിൻ ടൈപ്പ്, സ്കിന്നിൻ്റെ ഇഷ്യൂസ് എന്താണ്, ആദ്യമേ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ റൂട്ട് കോസ് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുക, അത് ട്രീറ്റ് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് എന്താണെന്നുള്ളത് നോക്കുക. അത് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റാണ് നിങ്ങൾ സ്കിന്ന് ഗ്ലോ കൊണ്ടിരിക്കാൻ നോക്കേണ്ടത്. ഓക്കെ, ഏറ്റവും ഫൈനൽ സ്റ്റെപ്പായിട്ട്. അപ്പോൾ ആ ഒരു രീതിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ ആവുന്നതാണ് ഞാൻ വിചാരിക്കണത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. എനിക്ക് പറ്റുന്ന മാക്സിമം ഞാൻ റിപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, പിന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സിനൊക്കെ അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ താങ്ക് യു സോ മച്ച്. എൻ്റെ കഴിഞ്ഞിട്ടുണ്ടായിരുന്ന വീഡിയോസിനൊക്കെ നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. ഒത്തിരി പേര് അവർ യൂസ് ചെയ്തിട്ട് നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ്സ് കണ്ടു. നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ, നിങ്ങൾക്ക് അതിൽ റെമഡീസ് ചെയ്തിട്ട് വർക്കായിട്ടുണ്ടെങ്കിൽ അത് പറയാം, വർക്കായിട്ടില്ലെങ്കിൽ അതും പറയാം. അങ്ങനെ നിങ്ങളുടെ ഫീഡ്ബാക്ക് നിങ്ങൾ കമൻസിലൂടെ എന്നെ അറിയിക്കുക കേട്ടോ. കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഫീഡ്ബാക്സ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കുറേ പേരിങ്ങനെ നല്ല ഫീഡ്ബാക്കുകളൊക്കെ പറഞ്ഞു. ഇന്നത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് അത് നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ് നെക്സ്റ്റ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതും കൂടി താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിതുപോലത്തെ നല്ലൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ ബൈ.